മാവോയിസ്റ്റുകളെ കൈകാര്യം ചെയ്യാനെന്ന വിധത്തിൽ ഭരണഘടനാ ബാഹ്യമായിട്ടുള്ള അതിക്രൂരമായ ആക്രമണങ്ങളാണ് ഛത്തീസ്ഗഡിലും മറ്റ് സ്ഥലങ്ങളിലും ശ്രീ നരേന്ദ്രമോദിയുടെയും ശ്രീ അമിത്ഷായുടെയും ഗവൺമെൻറ് കെട്ടഴിച്ചുവിട്ടത്. ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഗവൺമെൻറ്റുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഈ വനാന്തരങ്ങളിലെല്ലാം പോയി വഴിതെറ്റിയ ഒരു ഹിംസാത്മക രാഷ്ട്രീയം പ്രയോഗിച്ചുകൊണ്ടിരുന്ന ഈ മാവോയിസ്റ്റുകളുടെ പ്രതിനിധികളും അവർക്ക് വേണ്ടിയിട്ടുള്ള ഇടനിലക്കാരും സംസാരിച്ചതാണ്. അപ്പോൾ അവർ ആയുധം താഴെ വെക്കാം, ഗവൺമെൻറ്റിന് ചർച്ച ചെയ്ത് മുഖ്യധാര ജനാധിപത്യ രാഷ്ട്രീയത്തിലേക്ക് വരാം എന്ന് പറഞ്ഞതിന് ശേഷവും ഈ തെറ്റായ രാഷ്ട്രീയ പാത പിന്തുടരുന്ന യുവതി യുവാക്കളെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരെ വിടുന്നുവെന്ന് ഭാവിച്ചിട്ട് നിഷ്ഠൂരമായി വെടിവെച്ചു കൊന്ന നിയമലംഘനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇത് ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ നേരത്തെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയതാണ്. CPIM-ൻ്റെ പ്രതിനിധിയായിട്ട് ഞാനും CPI-യുടെയും CPI-ML ലിബറേഷൻ്റെയും ജനറൽ സെക്രട്ടറിമാരും ചേർന്നിട്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയതാണ്. ഇങ്ങനെയല്ല മാവോയിസ്റ്റുകളോട് പെരുമാറേണ്ടത്, അവരക്രമം ചെയ്താൽ അതിനെ സെക്യൂരിറ്റി സേന നേരിടണം. ഇപ്പോൾ ഗവൺമെൻറ് അവകാശപ്പെടുന്നത് മാവോയിസ്റ്റ് ഭീഷണി ഞങ്ങൾ തുടച്ചു നീക്കി കഴിഞ്ഞു, അത് സ്റ്റേറ്റ് ടെററിസം ഉപയോഗിച്ചുകൊണ്ടാണ് എന്നാണ് ഞാൻ ഇപ്പോൾ വിമർശിക്കുന്നത്. ഇപ്പോൾ നഗരങ്ങളിൽ നക്സലൈറ്റുകളുണ്ടെന്ന് മുമ്പ് പറഞ്ഞിരുന്നു, അർബൻ നക്സലൈറ്റുകൾ. ഇപ്പം ദിമാഗ്മേം നക്സൽ, മനസ്സിൽ നക്സലിസം ഉള്ളവരുണ്ടെന്നാണ് ആക്ഷേപിക്കുന്നത്. തങ്ങൾക്ക് വിയോജിപ്പുള്ളവരെയെല്ലാം രാജ്യദ്രോഹികളെന്ന് വിളിച്ച്, തുക്കടേ ലോകെന്ന് വിളിച്ച്, അങ്ങനെ പല പേരുകളിലിട്ട് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി ജയിലിലടയ്ക്കുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ ഫാദർ സ്റ്റാൻസ് സ്വാമിയുടെ അനുഭവം നമ്മുടെയുണ്ട്. ആനന്ദ് തൽത്തുംദെ എന്ന പ്രഗത്ഭനായ ചിന്തകൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലുള്ള പദ്ധതികൾ അമിത്ഷായും മോഡിയും മോഹൻ ഭഗത്തും കൂടെ ചേർന്ന് ആലോചിക്കുന്നു എന്ന് വേണം കരുതാൻ.